എക്സാംസ് ആവാറായി അല്ലേ? എന്നാൽ പിന്നെ ഒട്ടും സമയം കളയേണ്ട കുറച്ച് എക്സാം ടിപ്സ് നോക്കാം. നമ്പർ 1, സ്റ്റാർട്ട് വിത്ത് എ മിനി പ്ലാൻ. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം നിങ്ങൾക്കൊരു മിനി പ്ലാൻ ഉണ്ടായിരിക്കണം. ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, എത്രത്തോളം ചാപ്റ്റേഴ്സ് അതിലുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇത് പഠിക്കാൻ എത്ര സമയമെടുക്കും, എക്സാമിന് ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് പഠിക്കുന്നതിന് മുന്നേ ചെറിയൊരു പ്ലാൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതെ കുറച്ച് കാമായിട്ട് ക്ലാരിറ്റിയോടെ പഠിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും. നമ്പർ 2, സ്റ്റഡി ഇൻ 25 മിനിറ്റ്സ് സ്പ്രിൻറ്റ്സ്. ചില സ്റ്റുഡൻസ് ഒക്കെ ഒറ്റയിരിപ്പിന് മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കും. പക്ഷേ എല്ലാ സ്റ്റുഡൻസിനും അത് പറ്റി എന്ന് വരില്ല. ആക്ച്വലി മെജോറിറ്റി സ്റ്റുഡൻസിനും അത് പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ നേരം പഠിക്കുക. എന്നിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ബ്രേക്ക് എടുക്കുക, റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ അരമണിക്കൂർ പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ദെൻ ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ഇങ്ങനെ ഒരു 3 to 4 റൗണ്ട്സ് ചെയ്യാം. ആൻഡ് ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്തുണ്ടല്ലോ വേഗം പോയിട്ട് ഫോൺ എടുക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾ പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കുറയ്ക്കാനേ കാരണമാവുള്ളൂ. സോ ഒരിക്കലും ഫോൺ എടുക്കരുത്. പകരം ജസ്റ്റ് റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാം, സ്ട്രെച്ച് ചെയ്യാം, വെറുതെ പുറത്തോട്ട് നോക്കിയിരിക്കാം. ഇതൊക്കെയാണ് ശരിക്കും നിങ്ങളെ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലാതെ റീൽസ് കാണുമ്പോഴല്ല. പറ്റുകയാണെങ്കിൽ ഈ എക്സാം ടൈമിൽ സോഷ്യൽ മീഡിയ ആപ്സ് ഒക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് നത്തിങ് ബട്ട് ഡിസ്ട്രാക്ഷൻ. നമ്പർ 3, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നോട്ട് ജസ്റ്റ് നോട്ട്സ്. എക്സാമിന് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതല്ല, അതെങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ അതിനെ എക്സാമിൻ്റെ ടൈമിൽ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കേണ്ടത് മസ്റ്റാണ്. സോ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്നറിയാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക, MCQ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് മാത്സും സയൻസും ഒക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. നിങ്ങൾ CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ഗൈഡാണ് ഓസ്വാൾ ബുക്സ്. ഇതാണ് ഓസ്വാൾ ബുക്സിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്. ഇതിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലിയർ ആയിട്ടുള്ള മൈൻഡ് മാപ്സും കീ ഫോർമുലാസും സമ്മറിയും റിവിഷൻ നോട്ട്സും ഒക്കെ ഉണ്ട്. അതല്ലാണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസേഴ്സ്, ലോങ് ആൻസേഴ്സ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. സോ ഒരു ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഒക്കെ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഗൈഡ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുമാത്രമല്ല ഇതിൽ 15 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതിൽ ടോപ്പർ സ്റ്റൈൽ ആൻസേഴ്സ് ആണുള്ളത്. അതായത് എങ്ങനെയാണ് ഒരു ടോപ്പർ ആൻസർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ബുക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് ഡയറക്റ്റ് ആയിട്ട് ഓസ്വാൾ ബുക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ദെൻ നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ ടു അവർ വീഡിയോ. നമ്പർ 4, ലേൺ, റൈറ്റ്, ചെക്ക്. ജസ്റ്റ് വായിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കില്ല. പകരം എന്ത് ചെയ്യുക, ഈ 3 സ്റ്റെപ്പ് മെത്തേഡ് ഫോളോ ചെയ്യാം, എസ്പെഷ്യലി ഫോർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഫസ്റ്റ് ആ കൺസെപ്റ്റ് ആദ്യം ശരിക്കും പഠിക്കുക, ശരിക്കും മനസ്സിലാക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, നിങ്ങൾ പഠിച്ചത് കാണാതെ എഴുതി നോക്കുക, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങളുടെ വേർഡ്സിൽ എഴുതുക. ദെൻ തേർഡ് സ്റ്റെപ്പ്, നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ദെൻ അത് ക്ലിയർ ചെയ്യുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ പഠിക്കുന്ന കാര്യങ്ങൾ കുറേ കൂടി മൈൻഡിൽ സ്റ്റോർ ആവും ആൻഡ് എക്സാമിൻ്റെ സമയത്ത് അത് ശരിക്കും ഓർമ്മ വരികയും ചെയ്യും. നമ്പർ 5, പ്രിറ്റൻഡ് ലൈക്ക് ടീച്ചിങ് സംവൺ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കൊരു കാര്യം ശരിക്കും മനസ്സിലായാൽ മാത്രമേ അത് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ പഠിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ആരും ഇല്ലെങ്കിൽ ദെൻ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് അത് ശരിക്കും ഒരാളാണ് എന്ന് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ ആ പഠിച്ച കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ച് കൊടുക്കുന്ന പോലെ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവും ആൻഡ് എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് എവിടെയാണ് എന്ന് കണ്ടെത്താനും സാധിക്കും. നമ്പർ 6, യൂസ് സ്മാർട്ട് റിവിഷൻ. റിവിഷൻ ചെയ്യുന്ന സമയത്ത് കുറേ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നറിയോ, പഠിച്ചത് ഫുള്ള് എഴുതി നോക്കും, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതും. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഹൈലൈറ്റ് ചെയ്യുക. അതുപോലെ ഫോർമുലാസ്, ഡെഫിനിഷൻസ്, ഡേറ്റുകൾ, കീവേഡ്സ് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ആൻഡ് ദെൻ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അല്ലാതെ എൻറ്റയർ ചാപ്റ്റേഴ്സും നോക്കേണ്ട കാര്യം ഇല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും ആൻഡ് സ്ട്രെസ്സ് കുറേയൊക്കെ കുറയ്ക്കാനും പറ്റും. ആൻഡ് നമ്പർ 7, കീപ് സ്റ്റഡി ടേബിൾ ക്ലീൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ ഫ്രീ. നെക്സ്റ്റ് കാര്യം, നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ശരിയാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുന്ന ടേബിൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കുക. ഭയങ്കര മെസ്സി ആയാൽ, ഭയങ്കര അലങ്കോലമായിട്ട് കിടന്നാൽ, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യും. സോ സ്റ്റഡി സ്പേസ് എപ്പോഴും ക്ലീൻ ആൻഡ് സിമ്പിൾ ആക്കി വയ്ക്കുക. യു വിൽ ഫീൽ ദ ഡിഫറൻസ്.
സോ ദാറ്റ്സ് ഇറ്റ്. ഈ 7 ടിപ്സും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ബട്ട് ശരിക്ക് ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് അവരുടെ വീഡിയോകളാർക്കും യൂസ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ.